ജയ ശ്രീകൃഷ്ണ. ഭഗവാന്റെ കൃഷ്ണാവതാരത്തില് ഭഗവാനെ അനേകം രാക്ഷസന്മാരും രാക്ഷസികളൊക്കെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരു രാക്ഷസിയാണ് പൂതന. ഈ പൂതനയ്ക്ക് ഒരു പൂർവജന്മ കഥയുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഭഗവാനെ കൊല്ലാനായിട്ട് പൂതന ശ്രമിക്കുന്നത് മുലയൂട്ടിയിട്ടാണ് അല്ലെ. അപ്പൊ പൂതനയ്ക്ക് ഒരു പൂർവജന്മമുണ്ട്. അതായത് ഭഗവാന്റെ വാമന രൂപ അവതാരത്തില്, അതായത് ഭഗവാൻ വാമനമൂർത്തിയുടെ അവതാരത്തില് അദ്ദേഹം മഹാബലി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്നുണ്ട്. മഹാബലി ചക്രവർത്തിയുടെ മകളാണ് രത്നമാല. അതിസുന്ദരിയായിട്ടുള്ള സൽസ്വഭാവിയായിട്ടുള്ള ഒരു പുത്രിയായിരുന്നു രത്നമാല. രത്നമാല ആദ്യമായി വാമനമൂർത്തിയെ കാണുന്ന മാത്രയിൽ തന്നെ, അതായത് ഭഗവാന്റെ വാമനമൂർത്തി അവതാരത്തെ കാണുന്ന മാത്രയിൽ തന്നെ രത്നമാലയ്ക്ക് വളരെ വലിയൊരു ആഗ്രഹം തോന്നായിരുന്നു അത്രേ. അതായത് ഭഗവാൻ വാമനമൂർത്തിയെ ഒന്ന് മുലയൂട്ടണമെന്ന്. അതായത് ആ ഒരു മാതൃവാത്സല്യമാണ് രത്നമാലയ്ക്ക് വാമനമൂർത്തിയെ കണ്ടപ്പോൾ തോന്നിയത്. നമ്മൾ എപ്പോഴും പറയും, ഭഗവാനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ, മനസ്സുകൊണ്ട് ഒരു മാത്രമെങ്കിലും മനസ്സിലിരുത്തി പൂജിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്താൽ ഭഗവാൻ ആ സ്നേഹത്തിനെ ഒരിക്കലും മറക്കില്ല എന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദ്വാപര യുഗത്തിലെ ഈ രത്നമാലയാണ് പൂതനയുടെ രൂപത്തിൽ ജനിക്കുന്നത്. അങ്ങനെ രാക്ഷസിയായി പൂതനയുടെ രൂപത്തിൽ വരുന്നത് ഭഗവാന്റെ വാമനമൂർത്തി അവതാരത്തിൽ ഉണ്ടായിരുന്ന മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാലയാണ്. അങ്ങനെ രത്നമാല ഇവിടെ കണ്ണനെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ അതിസുന്ദരിയായിട്ടാണ് രത്നമാല വരുന്നത്. അങ്ങനെ അനേകം പേര് അവിടെ കണ്ണനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. രത്നമാലയ്ക്ക്, അതായത് പൂതനയ്ക്ക് കണ്ണനെ കണ്ട മാത്രയിൽ തന്നെ കണ്ണനെ കൊല്ലാൻ വന്നതാണെന്ന് മറന്നുപോയി ഇത്ര. അതായത് ഭഗവാന്റെ ആ സൗന്ദര്യത്തിലും ആ ഒരു ചന്തത്തിലും. അപ്പൊ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി ചുറ്റി കണ്ണാ നീ വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ. അപ്പൊ ഈ ഫീലായിരുന്നു ഇത്ര പൂതനയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഭഗവാനെ കണ്ടപ്പോ ഭഗവാനെ കൊല്ലാൻ വന്നതാണെന്ന് മറന്നുപോയി എന്നാണ്. അതായത് ഭഗവാന്റെ ആ ഒരു അത്രയും ക്യൂട്ടായിട്ടുള്ള, അത്രയും തേജസ് ഉള്ള ഒരു മുഖത്ത് നോക്കി അങ്ങനെ പൂതന നിന്നുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ പൂതനയ്ക്ക് ഒരു അവസരം കൊടുക്കാണ് ഭഗവാൻ. ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാനും വേണം ഒരു ഭാഗ്യം എന്ന് പറയില്ലേ. അപ്പൊ പൂതനയ്ക്ക് ഭഗവാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതായത് പൂതന ഭഗവാനെ മുലയൂട്ടിയിട്ടാണ് വധിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ലോകൈകനാഥനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ മുലയൂട്ടിയിട്ടാണ് വധിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതും ഒരു മഹാഭാഗ്യല്ലേ അല്ലേ?